to IET English Learning Club. 17-ാം ദിവസം എപ്പിസോഡ് 17. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ കൺജങ്ഷൻസ്. വാക്യങ്ങളെയോ വാക്കുകളെയോ യോജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. രണ്ട് വാക്കുകളെ ചേർത്ത് ഒന്നാക്കണം, അതല്ലേ? കൺജങ്ഷൻസിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഒരേ സ്വഭാവമുള്ള രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ആൻഡ്, ബട്ട്, ഓർ, ഫോർ, therefore, as well as, still, however, also, so yet എന്നിവയാണ് പ്രധാനപ്പെട്ട കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എങ്ങനെയാണെന്നും ഇനി ഇവയുടെ ഉപയോഗം എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കാം, അല്ലേ? അതെ. ആൻഡ് അതായത് എന്നർത്ഥം. He is strong and brave. അവൻ ബലവാനും ധൈര്യശാലിയും ആകുന്നു. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് അർത്ഥം. അതെ. അപ്പൊ ഈ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി മറ്റൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്. ഹി സ്റ്റഡീഡ് വെൽ ബട്ട് ഹി ഡിഡ് നോട്ട് പാസ് ദ എക്സാമിനേഷൻ. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പരീക്ഷയിൽ വിജയിച്ചില്ല, അല്ലേ? അതെ. ഓർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയാനാണ് നമ്മൾ ഓർ ഉപയോഗിക്കുന്നത്. മൈ അങ്കിൾ വിൽ കം ഓൺ സൺഡേ ഓർ മൺഡേ. എന്റെ അമ്മാവൻ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച വരും. ഫോർ, FOR എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് കാരണം എന്നർത്ഥം വരാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. ഐ ഡ്രോവ് ദ കാർ ഫാസ്റ്റ് ഫോർ ഐ വാസ് വെരി ലേറ്റ്. ഞാൻ വേഗത്തിൽ കാർ ഓടിച്ചു, കാരണം ഞാൻ വളരെ വൈകിയിരുന്നു. ഇവിടെ ഫോർ എന്നതിന് കാരണം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി therefore, അതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് therefore ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. He was late, therefore he could not attend this seminar. അവൻ വൈകിയിരുന്നു, അതുകൊണ്ട് അവന് സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. Yet, YET എന്നിട്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാണ് yet ഉപയോഗിക്കുന്നത്. അതായത് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ yet ഉപയോഗിക്കുന്നത്, അല്ലേ? ഒരു ഉദാഹരണം പറയാമോ? I gave her my life, yet she could not love me. ഞാൻ എൻ്റെ ജീവൻ അവൾക്ക് കൊടുത്തു, എന്നിട്ടും അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. So, therefore എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് so. അപ്പൊ therefore-ന് പകരം so ആയാലും മതി, അല്ലേ? അതെ. ഒരു ഉദാഹരണം പറയാമോ? I wrote the exam very well, so I got the first rank. ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതി, അതുകൊണ്ട് എനിക്ക് 1ാം റാങ്ക് കിട്ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ. ഒരേ സ്വഭാവമുള്ള വാക്കുകളെയോ വൻ ശൈലിയിലുള്ള വാക്കുകളെയോ കൂട്ടി യോജിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവ ജോഡിയായിട്ടാണ് വാക്യങ്ങളിൽ വരുന്നത്. ഉദാഹരണമായിട്ട് വെദർ, ഓർ. അതായത് അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും അങ്ങനെ പറയാനാണ് ഈ വെദർ ഓർ ഉപയോഗിക്കുന്നത്. ഐദർ, ഓർ. അങ്ങനെയോ ഇങ്ങനെയോ. നൈദർ, നോർ. അങ്ങനെയുമില്ല ഇങ്ങനെയുമില്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അത് മാത്രമല്ല ഇതും എന്ന് വരാനാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് നമുക്ക് ചില ഉദാഹരണത്തിലൂടെ ഒന്ന് കൂടുതൽ വ്യക്തമാക്കാം. ആദ്യം എയ്തർ ഓർ, ഏതെങ്കിലും ഒന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാണ് എയ്തർ ഓർ. ഐ വിൽ റൈറ്റ് ഐദർ എ നോവൽ ഓർ എ ഡ്രാമ. ഞാനൊരു നോവലോ നാടകമോ എഴുതും. ഇവിടെ നോവലോ നാടകമോ എന്ന് പ്രയോഗിക്കാനാണ് ഐദർ ഓർ, അല്ലേ? അതായത് ഏതെങ്കിലും ഒന്ന് എന്ന അർത്ഥം വരാം. അതെ അതെ. അപ്പോ നൈദർ നോർ ആകുമ്പോഴോ? അത് രണ്ടുമില്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാണ് നെയ്തർ നോർ. They neither write nor read well. അവർ നന്നായി എഴുതുകയോ സംസാരിക്കുകയോ ഇല്ല. അങ്ങനെയാണെങ്കിൽ വെദർ ഓർ ഒരു കാര്യം
സംഭവിക്കുമോ ഇല്ലയോ എന്ന സംശയത്തിൽ ഉപയോഗിക്കാനാണ്, അല്ലേ? വെദർ ഓർ. അതായത് സംശയം സൂചിപ്പിക്കാനാണ് ഈ വെദർ ഓർ. ഐ ഹാഡ് ഡൗട്ട് വെദർ ഐ കുഡ് ക്ലിയർ ദി എക്സാം ഓർ നോട്ട്. ഞാൻ പരീക്ഷ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അപ്പോ ബോത്ത് ആൻഡ് രണ്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? ഷീ ഈസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് ഇന്റലിജന്റ്. അവൾ സുന്ദരിയും ബുദ്ധിമതിയുമാണ്. ഇത് രണ്ടും സൂചിപ്പിക്കാനാണ് ബോത്ത് ആൻഡ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇനി നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഒന്ന് മാത്രമല്ല മറ്റതു കൂടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, അല്ലേ? അതെ. ഉദാഹരണം പറയാമേ. രാജേഷ് ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ ബട്ട് ഓൾസോ എ റൈറ്റർ. രാജേഷ് ഒരു അധ്യാപകൻ മാത്രമല്ല എഴുത്തുകാരൻ കൂടിയാണ്. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ എന്നിവയും കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹാർഡ്ലി, സ്കേഴ്സ്ലി എന്നിവയോടൊപ്പം എപ്പോഴും വെൻ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നോ സൂണറിനോടൊപ്പം എപ്പോഴും ദാൻ ഉപയോഗിക്കണം. ഒരു ഉദാഹരണം പറയാമോ? ഹാർഡ്ലി ഡിഡ് ഐ എൻറ്റർ ദ റൂം വെൻ ദ ഫോൺ സ്റ്റാർട്ടഡ് ടു റിംഗ്. ഇവിടെ ഹാർഡ്ലി കഴിഞ്ഞാൽ വെൻ ഉപയോഗിക്കണം എന്നതാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? അതെ. ഇനിയാണെങ്കിലോ നോ സൂണർ. നോ സൂണർ ഹാഡ് ഷീ റീച്ച്ഡ് ഹിയർ ദാൻ ഹെർ മദർ അറൈവ്ഡ്. അപ്പോൾ നോ സൂണർ വന്നതുകൊണ്ടാണ് ഇവിടെ ദാൻ വന്നത്. അതെ അതെ. നമുക്ക് കുറച്ച് കൂടുതലായി ഇതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചാലോ? ഓൺ കണ്ടീഷൻ ദാറ്റ് എന്ന വ്യവസ്ഥയിന്മേൽ. ആസ് ദോ എന്ന പോലെ. ആസ് സൂൺ ആസ് അപ്പോൾ തന്നെ. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണെങ്കിൽ. സോ ദാറ്റ് ആയതിനാൽ, എന്നതിനാൽ എന്നൊക്കെ അർത്ഥം. ഈ പറഞ്ഞ കോമ്പൗണ്ട് കൺജങ്ഷൻ നന്നായി പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും എഴുതുന്നതിനും കൂടുതൽ ഉപയോഗപ്രദമാവുകയുള്ളൂ. സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത്. ഉദാഹരണമായിട്ട് ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എന്നാൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, നോ സൂണർ, റെയർലി, ബെയർലി, സെൽഡം തുടങ്ങിയവ കൊണ്ടാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് എന്ന ക്രമത്തിലായിരിക്കണം സെന്റൻസിന്റെ ഘടന. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം, അല്ലേ? ഹാർഡ്ലി ഡിഡ് ദ ട്രെയിൻ അറൈവ് വെൻ ദ പാസഞ്ചേഴ്സ് റഷ് ടു ഇറ്റ്. ഇവിടെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയത് കാരണം ഡിഡ് ഉപയോഗിക്കണം, അല്ലേ? അപ്പോ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയാലോ? അങ്ങനെ വരുമ്പോ ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ഹോം വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. ഇവിടെ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാഡ് ഉപയോഗിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും വായിക്കുന്നതിനും ഈ കാര്യങ്ങൾ വളരെ ഉപയോഗപ്രദമാണ്. ഇതൊക്കെ കാണാതെ പഠിച്ച് ഹൃദിസ്ഥമാക്കണം. കൺജങ്ഷനിലെ വൻകിട ശൈലിയിലുള്ള വാക്കുകളെ യോജിപ്പിക്കുന്ന വാക്കുകളായ ഓൺ കണ്ടീഷൻ ദാറ്റ്, ആസ് ദോ, ആസ് സൂൺ ആസ്, പ്രൊവൈഡഡ് ദാറ്റ്, സോ ദാറ്റ് ഇവ ഉപയോഗിച്ച് വാക്കുകളെ, വാക്യങ്ങളെ, ആശയങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് 2 പേജ് നമ്പർ 388 മുതൽ നോക്കി പഠിക്കുക. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന 200 രൂപ വിലയുള്ള പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. 9446178038 ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ.